പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ നിരന്തരമായി വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി തീക്ഷ്ണമായി തീവ്രമായി എന്നുകൂടി പറയാം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു കവി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ: ശ്രീമാൻ KC ഉമേഷ് ബാബു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുമ്പ് പല തവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പിണറായി വിജയനെതിരെയും CPMൻ്റെ ജീർണതയ്ക്കെതിരെയും അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ചുവപ്പ് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന പിണറായി വിജയൻ്റെ ഒരു വ്യക്തിഗത സാമ്രാജ്യം, ഇംഗ്ലീഷിൽ ഒരു ഫീഫ്ഡം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കണ്ണൂർ ജില്ലയിലെ ആ CPMൻ്റെ കേരളത്തിലെ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിരുന്നു കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമേഷ് ബാബുവിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ശ്രീമാൻ ഉമേഷ് ബാബുവിൻ്റെ ജീവിത കഥ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രീമാൻ ഉമേഷ് ബാബുവുമായി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വിശദമായി ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്തു. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ യാതൊരു മടിയുമില്ല. വളരെ ഈ പറഞ്ഞതുപോലെ ഒരു ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉമേഷ് ബാബുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ആ ഒരു ശ്രമം. ഒരു സമാനതകളില്ലാത്ത വീരേതിഹാസമാണ് ഉമേഷ് ബാബുവിൻ്റെ ജീവിതകഥ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹം കടന്നു പോന്ന പ്രതിസന്ധികൾ, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, ഇതൊക്കെ വളരെ വിശദമായി ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് അതിനെന്തെങ്കിലും ആമുഖം ഉണ്ടാവണം എന്ന് ഞാൻ കരുതുന്നില്ല. സുഹൃത്തുക്കളെ, ശ്രീമാൻ ഉമേഷ് ബാബു 1979 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം SFIയിൽ ചേർന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 74 അദ്ദേഹം ചൊവ്വ സ്കൂളിൽ നിന്ന് SSLC പാസ്സായത് സ്കൂളിലെ ടോപ്പർ ആയിട്ടാണ്. സ്കൂളിൽ ഏറ്റവും മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥിയായിട്ടാണ് ചൊവ്വ സ്കൂളിൽ നിന്ന് ഉമേഷ് ബാബു 74 SSLC പാസ്സായത്. അതിനു മുമ്പ് 8, 9, 10 ക്ലാസ്സുകളിൽ അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം അദ്ദേഹം പാസ്സായിരുന്നു. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 500 രൂപ വെച്ച് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ആ കാലഘട്ടത്തിൽ 70കളുടെ തുടക്കത്തിൽ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് പാസ്സായതിൻ്റെ ഭാഗമായി ഓരോ വർഷവും 500 രൂപ വെച്ച് സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ടാണ് ശ്രീമാൻ ഉമേഷ് ബാബു സ്കൂളിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനെ തുടർന്ന് അദ്ദേഹം കണ്ണൂരിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് ചേർന്നു. ആ ചേർന്നതോടുകൂടി തന്നെ അദ്ദേഹം SFIയിൽ സജീവമായി. 1974, 77 കാലഘട്ടത്തിൽ അദ്ദേഹം SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു, താലൂക്ക് ഭാരവാഹിയായിരുന്നു. അദ്ദേഹം ഓർക്കുന്ന പ്രധാനപ്പെട്ട ഒരു വർഷമെന്ന് പറഞ്ഞാൽ 1974 അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിച്ചു. 76 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 3 വോട്ടിന് ആണ് അദ്ദേഹം തോറ്റത്. 1976 ഇന്റർപോളി കലോത്സവത്തിൽ അടിയന്തരാവസ്ഥയെ എതിർത്ത് സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹം കേസിൽ പ്രതിയായി. ആലോചിച്ച് നോക്കണം. 1976 പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ
അദ്ദേഹം അടിയന്തരാവസ്ഥ എതിർത്ത് സംസാരിച്ച കേസിൽ പ്രതിയായി. അന്ന് പ്രിൻസിപ്പാൾ, സ്കൂളിലെ പോളിടെക്നിക്കലിലെ ഡീൻ അവരുടെയൊക്കെ സഹായത്തിലാണ് അന്ന് ജയിലിൽ പോകാതെ അന്ന് രക്ഷപ്പെടുന്നത്. പോളിടെക്നിക്കിൽ നിന്നും ഉമേഷ് ബാബു ടോപ്പർമാരിൽ ഒരാളായിട്ടാണ് പാസ്സായത്. പോളിടെക്നിക്കിൽ നിന്ന് പാസ്സായി. അതിനെ തുടർന്ന് SFIയിൽ സജീവമായി. അന്ന് താലൂക്ക് കമ്മിറ്റിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നത് P. ശശി അന്ന് സെക്രട്ടറി ആയിരുന്നു. അന്ന് പോലും P. ശശിക്ക് പല കാര്യങ്ങളും താൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ഉമേഷ് ബാബു എന്നോട് പറഞ്ഞു. അതായത് 70കളുടെ അവസാനം 979 ആയപ്പോഴത്തേക്കും മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അദ്ദേഹം ജോലിക്ക് കയറി. അത് 79 80 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. 980 76 മുതൽ, അതായത് 17 വയസ്സുള്ളപ്പോൾ മുതൽ ദേശാഭിമാനി വാരികയിൽ ഉമേഷ് ബാബുവിൻ്റെ കവിത അടിച്ചു വരുമായിരുന്നു. 17 വയസ്സ് ഉള്ളപ്പോൾ. അതിനുശേഷം അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനായി, പാർട്ടി പ്രവർത്തകനായി, ഫുൾ ടൈം പുകാസ പ്രവർത്തകനായി, പാർട്ടി പ്രവർത്തകനായി, PS നോടൊപ്പം നിന്നു, MN വിജയനോടൊപ്പം നിന്നു. ഏതാണ്ട് ഒരു 10 വർഷം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി. പിന്നീട് സർക്കാർ ഘടകത്തിലെ പാർട്ടി ബ്രാഞ്ചിൽ വന്നു. 984 പുകാസയുടെ കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി. അതിനുശേഷം 989 കണ്ണൂരിലെ പുകാസയുടെ ജില്ലാ സെക്രട്ടറിയായി. ഏതാണ്ട് 18 വർഷക്കാലം പുകാസയുടെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു. ആലോചിച്ച് നോക്കണം, കണ്ണൂരിൽ പുകാസയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം അത്ര നീണ്ടകാലം തുടർന്നു. 2007 അദ്ദേഹത്തെ പുറത്താക്കി എന്തിനാണെന്നറിയാമോ? ജനശക്തിയിൽ ഭയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കവിത എഴുതിയിരുന്നു. അതിനുമുമ്പ് അദ്ദേഹം പുകാസയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഫ്രാക്ഷനിൽ ഏതാണ്ട് ഒരു 10-25 വർഷക്കാലത്തോളം അദ്ദേഹം ജോലി ചെയ്തു. 2007 അദ്ദേഹത്തെ ജനശക്തിയിൽ ഭയങ്ങൾ എന്ന കവിത എഴുതിയതിന് പുറത്താക്കുന്ന സമയത്ത് അദ്ദേഹം തോട്ടടയിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. 2007 മുതൽ CPM-കാർ അദ്ദേഹത്തെ സാമൂഹ്യമായി ബഹിഷ്കരിക്കാൻ തുടങ്ങി. സാമൂഹ്യ ബഹിഷ്കരണം അവർ തുടങ്ങി. അതായത് ഒരു പരിപാടിക്ക് വിളിക്കില്ല, കല്യാണത്തിന് വിളിക്കില്ല, മരണത്തിന് വിളിക്കില്ല, CPM-കാർ കണ്ടാൽ മിണ്ടില്ല. അങ്ങനെ വലിയ തോതിൽ സാമൂഹ്യ ബഹിഷ്കരണം ഉമേഷ് അനുഭവിച്ചു. 2007 മുതൽ. അന്ന് തോട്ടടയിലായിരുന്നു താമസം. അവിടുന്ന് 2013 കണ്ണൂരിലേക്ക് അദ്ദേഹം താമസം മാറി. 2013 2008 RMP രൂപീകരിച്ചു. RMP രൂപീകരണത്തിലൊക്കെ നിസ്തുലമായിട്ടുള്ള പങ്കാണ് ഉമേഷ് വഹിച്ചത്. അവരുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഉമേഷായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ CPM-ൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഉമേഷ്. RMP-യുടെ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതോടുകൂടി തന്നെ ഉമേഷിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത CPM-ൻ്റെ കണ്ണൂർ വിഭാഗത്തിൽ ശക്തിപ്പെട്ടു വന്നു. 2012 മുതലാണ് ഉമേഷ് ബാബുവിനെതിരെ കൊലപാതക ശ്രമങ്ങൾ അരങ്ങേറുന്നത്. കൊലപാതക ശ്രമങ്ങൾ, അതിൽ 1-2 കൊലപാതക ശ്രമങ്ങൾ, രണ്ടിലധികം കൊലപാതക ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഉമേഷിന് ഓർമ്മയുള്ളത് 2 കൊലപാതക ശ്രമങ്ങളാണ്. അത് രണ്ടും ഉമേഷിനോട് വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്പൈൻ ചില്ലിങ് ആയിരുന്നു ആ അനുഭവങ്ങൾ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. 2012 അതിൽ ആദ്യത്തെ കൊലപാതക ശ്രമം നടക്കും. 2012 ഉമേഷ് കൃത്യമായി ഓർക്കുന്നു. മാർച്ച് 18 കരുവല്ലൂരിൽ ഒരു ഗ്രൂപ്പ് MN വിജയനുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് 2012 മാർച്ച് 18 ഉമേഷിനെ പ്രസംഗിക്കാൻ വിളിച്ചു. സാമ്രാജ്യത്വ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടായിരുന്നു ആ യോഗം. ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ യോഗത്തിൻ്റെ പോസ്റ്ററുകൾ CPM-കാരെ ഒന്ന് കീറി വെല്ലുവിളി അവർ നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ഉമേഷ് അവിടെ പ്രസംഗത്തിന് പോയി. കുറേ ആളുകൾ പ്രസംഗം കേൾക്കാൻ വന്നിരിപ്പുണ്ടായിരുന്നു. ഉമേഷ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കൊടിസുനിയും സംഘവും പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എത്തി. യഥാർത്ഥത്തിൽ ഉമേഷിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് കൊടിസുനിയും സംഘം അവിടെ എത്തിയത്. പക്ഷേ അവർ CPM പ്രാദേശിക നേതാക്കളുമായി വാക്കേറ്റം നടന്നു. ആ വാക്കേറ്റം നടന്നു. അത് കരിവള്ളൂരിൽ വെച്ചായിരുന്നു. അത് കരിവള്ളൂരിൽ വെച്ചായിരുന്നത് കൊണ്ട് ഉമേഷ് ബാബു കരിവള്ളൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത് CPM-ൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു. കാരണം അവിടെ വെച്ച് ഉമേഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ കരിവല്ലൂരിലെ പാർട്ടി നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമല്ലോ. അതുകൊണ്ട് അവർ ഈ കൊടിസുനി സംഘവുമായി വാക്കേറ്റമുണ്ടായി. എന്തായാലും കൊടിസുനി സംഘവും
ഉമേഷിനെ അവിടെ വെച്ച് വധിക്കുന്നതിൽ നിന്ന് ഭാഗ്യവശാൽ അവർ പിന്തിരിഞ്ഞു. അത് പിന്തിരിഞ്ഞപ്പോഴും ഉമേഷ് പറയുകയായിരുന്നു തന്നെ വധിക്കുന്നതിൽ അവിടുത്തെ CPM-കാരെതിരായിരുന്നില്ല, പക്ഷേ കരിവള്ളൂർ വെച്ച് അത് ചെയ്യുന്നതിന് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കൊലപാതക ശ്രമത്തിൽ നിന്ന് ഉമേഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിറ്റേന്നൊരു സർക്കിൾ ഇൻസ്പെക്ടർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നായിരിക്കാം ഉമേഷിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ ആളുകൾ പുറകെ നടക്കുകയാണ്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ സുരക്ഷ വേണം, പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമേഷാണെങ്കിൽ ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. 50 കിലോമീറ്റർ ദൂരത്തോളം ബസ്സിൽ യാത്ര ചെയ്യുന്നു, സ്വകാര്യ വാഹനമില്ല. അങ്ങനെ 2012 ആദ്യത്തെ ഉമേഷിനെതിരായിട്ടുള്ള കൊലപാതക ശ്രമം നടത്തുന്നത്. അതിൽ നിന്ന് അത്ഭുതകരമായി ഉമേഷ് രക്ഷപ്പെട്ടു. അതിനുശേഷം 2012 കൊടിസുനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ കണ്ണൂരിൽ വെച്ചിട്ട് ഉമേഷിനെ കൊല്ലാൻ വീണ്ടും ഒരു ശ്രമം നടന്നു എന്ന് കൊടിസുനി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതായിട്ട് ഉമേഷ് പറഞ്ഞു. നമുക്കറിയാമല്ലോ 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത്. TP ചന്ദ്രശേഖരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ അവസാനമാണ് ഒഞ്ചിയത്തേക്ക് ഈ കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള ഈ കൊലയാളി സംഘം ഒഞ്ചിയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉമേഷ് പറയുമായിരുന്നു ആ ശ്രമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഉമേഷ് TPയെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടാവും, അത് സഞ്ചരിക്കുമ്പോൾ കരുതൽ വേണം എന്നൊക്കെയുള്ള നിലയിൽ ഉമേഷ് TPയെ ഉപദേശിക്കാറുണ്ടായി. പക്ഷേ ഉമേഷിൻ്റെ ഉപദേശം TP അംഗീകരിച്ചില്ല. അങ്ങനെ രാത്രികാലങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. അങ്ങനെയാണ് ആ കൊലപാതകം നടന്നത്. ഉമേഷ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ TPയെ കൊല്ലുന്നതിന് മുമ്പ് ഉമേഷിനെ കൊല്ലണം, ഉമേഷിനെ വധിക്കണം എന്നായിരുന്നു ഈ കൊലപാതകികളുടെ ആഗ്രഹം. പക്ഷേ അത് കഴിയാതിരുന്നതിലാണ് ആ വധശ്രമം TPയിലേക്ക് എത്തുകയും TP കൊല്ലപ്പെട്ടതും എന്ന് ഉമേഷ് പറയുക. 2012 മെയ് 4 TP വധിക്കപ്പെട്ടു. ആ മാസം 3-ാമത്തെ ആഴ്ച സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ കോഴിക്കോട് SP ഉമേഷിനെ വിളിക്കും. എന്നിട്ട് നിങ്ങൾ എവിടെയാണുള്ളത്, അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഉമേഷ് ബാബു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം, പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഉമേഷ് ബാബു അത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉമേഷ് ബാബു പോലീസ് സംരക്ഷണം പോലും അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷനൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ കയറി വന്നു, പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞു. അവരെയൊക്കെ ഉമേഷ് തിരിച്ചു വിടുകയായിരുന്നു. 2012 ആദ്യത്തെ കൊലപാതക ശ്രമം നടന്നു. 2013 ഉമേഷിന് അറിയാവുന്ന വീണ്ടും ഒരു കൊലപാതക ശ്രമം ഉമേഷിനെതിരെ നടന്നു. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഉമേഷ് കൂത്തുപറമ്പിൽ ഒരു മരിച്ച വീട്ടിലേക്ക് പോയി. അതൊരു പാർട്ടി ഗ്രാമത്തിലായി. ഉമേഷിൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഏതൊരു ബന്ധു മരിച്ച വീട്ടിലേക്കാണ് ഉമേഷ് പോയത്. ആ കൊലയാളികൾ ഉമേഷിനെ പിന്തുടർന്നു. അവർ വീട്ടിൻ്റെ വഴിയിൽ കാത്തു നിന്നു. ആ ഉമേഷ് മരണ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. ടാക്സിയിലായിരുന്നു പോയത്. ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. ആ കൊലയാളികൾ വീടിന് പുറത്ത് കാത്തു നിന്നു. അവരൊരു വീടിന് പുറത്ത് കാത്തു നിന്നു. പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ മരണ വീടിന് പുറത്ത് ഒരു അപരിചിതമായ വണ്ടി കിടക്കുന്നു. ആ വണ്ടിയിൽ നിന്ന് ആരും പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്രാദേശിക CPM-കാരൊക്കെ അവിടെ കൂടി പ്രാദേശിക CPM-കാരും ഈ കൊലയാളികളും തമ്മിൽ തർക്കം നടന്നു. ഈ കൊലയാളികൾ പ്രാദേശിക CPM-കാരെ വിരട്ടി അവരെ അവിടെ കാത്തു നിന്നു. അവസാനം പ്രാദേശിക CPM-കാർ ആയിട്ട് തർക്കമായി പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചു പോവുകയായി. അങ്ങനെ ഉമേഷ് പെട്ടെന്ന് വണ്ടിയിൽ വീട്ടുപോയി. മരണ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വണ്ടിയിൽ വീട്ടിൽ പോയി. അവരെ കുറേയൊക്കെ ഉമേഷിനെ പിന്തുടർന്നെങ്കിലും അവർ പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോയി. പിറ്റേ ദിവസം ആ മരണ വീട്ടിലെ ഉമേഷിൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് വളരെ ബേജാറായിട്ട് ഇങ്ങനൊരു കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് തന്നെ 7 പേര് കൊലയാളികൾ ഉണ്ടായിരുന്നു, അവർ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള നിലയിൽ ഉമേഷിനോട് സംസാരിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ?
ഈ ഉമേഷ് ബാബു എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനെ, കമ്മ്യൂണിസ്റ്റുകാരനെ, കവിയെ, CPM-ന്റെ ജീർണതയ്ക്കെതിരെ പോരാടുന്ന ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം CPM-കാരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ശ്രമം യഥാർത്ഥത്തിൽ അവസാനിച്ചത് 2016-ലാണ്. കാരണം പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊലപാതക ശ്രമം നടന്നാൽ വീണ്ടും പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് 2016-ന് ശേഷം പിന്നീട് കൊലപാതക ശ്രമങ്ങൾ അരങ്ങേറിയിട്ടില്ല. എത്രയോ പതിറ്റാണ്ട് കാലം ഉമേഷ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിനടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. 2007 മുതൽ അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ സജീവമായി. അന്ന് 2007 മുതൽ ഏഷ്യാനെറ്റിലും ഇന്ത്യ വിഷനിലും സാന്നിധ്യമായിരുന്നു ഉമേഷ്. പിന്നീട് ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം ഒരല്പം കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും ശക്തമായി അദ്ദേഹം, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ചാനലിലൂടെ ഈ CPM-ന്റെ ഈ ജീർണതയ്ക്കെതിരെ അത്യുജ്വലമായിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പോരാട്ടം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഉമേഷ് ബാബുവിനെ കുറിച്ചിട്ടും ഉമേഷ് ബാബുവിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടും ഉമേഷ് ബാബു കടന്നു വന്നിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചിട്ടും ഉമേഷ് ബാബു അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള കൊലപാതക ശ്രമങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയേറെ കൊലപാതക ശ്രമങ്ങളൊക്കെ നടന്നിട്ടും തനിക്ക് പോലീസ് സംരക്ഷണം പോലും വേണ്ട എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്ന് പിണറായി വിജയൻ്റെ ഈ പറഞ്ഞ പോലെ സ്വന്തം സാമ്രാജ്യത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ വായ്ക്കകത്തിരുന്ന് ഈ CPM-നെതിരെയും പിണറായി വിജയനെതിരെയും ഗർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിംഹമാണ് ഉമേഷ് ബാബു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, നിർവികാരമായ മുഖം. പക്ഷെ നിർവികാരമായ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വാക്കുകളുടെ ശക്തി, തീയേക്കാൾ ശക്തിയുള്ള വാക്കുകളിലാണ് ഉമേഷ് ബാബു ഈ CPM-ന്റെ ജീർണതയ്ക്കെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ SFI, സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി, ചെറുപ്രായത്തിൽ തന്നെ പൂർണ്ണസമയ SFI, അടിയന്തരാവസ്ഥ കാലത്ത് പോലും അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതിനുശേഷം വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് കയറുന്നു. ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള CPM-ന്റെ പ്രവർത്തകൻ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ ബാക്കിയുള്ളവരെല്ലാം പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയപ്പോഴും പിണറായി വിജയനെതിരെ മുട്ടുകുത്താതെ നെഞ്ചുവിരിച്ച് നിന്ന് പോരാടുന്ന ഉമേഷ് ബാബുവിൻ്റെ ഈ ജീവിത കഥ, ഈ വീരേതിഹാസത്തിന് സമാനതകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ഈ സമരത്തിൽ ഇന്ന് UDF-നൊക്കെ വലിയ മുൻതൂക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ഉമേഷ് ബാബു എന്ന് പറയുന്ന ഈ പൊതുപ്രവർത്തകൻ്റെ അചഞ്ചലമായിട്ടുള്ള, ഈ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിയും ആ പങ്ക് ശക്തമായി ആ ഒരു ഉമേഷ് ബാബുവിൻ്റെ അത്തരത്തിലുള്ള ഇടപെടൽ ശക്തമായി തുടരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് തലകുനിച്ചിറങ്ങി പോകുമ്പോൾ ഉമേഷ് ബാബു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിട്ടുള്ള ഈ നിസ്തുലമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം അതിൽ വലിയൊരു പങ്കായിരിക്കും വഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല.